ഇതുണ്ടോ ഇങ്ങനത്തെ പാക്കറ്റിൽ ഇങ്ങനെ 3 പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. 20 രൂപയാണ് ഓരോ പാക്കറ്റിനും. ദെൻ അത് നമ്മുടെ നമ്മൾ കളർ ചെയ്യുന്ന ആ കളറിനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ലോഷനാണ് സൊല്യൂഷൻ, അതാണ് ഈ സാധനം. അതും 3 ഉണ്ട്. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ മണ്ടൻ ജീൻസുകൾ ഞാൻ കാണിക്കാം. ഈ 3 ജീൻസാണ് ഞാൻ ലുക്ക് മാറ്റാൻ വേണ്ടി പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ബ്ലൂ ജീൻസ് ആയിരുന്നു. ഇത് ഞാൻ എന്തോ ചെയ്ത് വന്നപ്പം ഇതിൻ്റെ കളർ ആക്ച്വലി പോയതാണ്. ഇത് നല്ലൊരു ജീൻസ് ആയിരുന്നു കേട്ടോ, പക്ഷേ നല്ല പക്ക ബ്ലൂ ആയിരുന്നു. ദെൻ ഈ ഒരു ജീൻസ് ഇത് ഒത്തിരി മുഷിഞ്ഞ് പോയതല്ല, ഇതിൻ്റെ കളറ് പോയതാണ്. ആക്ച്വലി ഇത് നല്ലൊരു നൈസ് ജീൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒരെണ്ണം അതുപോലെ ഈ ഒരു ജീൻസ്, ഇത് ആക്ച്വലി നല്ലൊരു ജീൻസ് ആയിരുന്നു, കുറച്ച് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജീൻസാണ്. കളർ പോയപ്പോൾ ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഈ 3 ജീൻസിനെയാണ് നമ്മളിന്ന് ലുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഇതിൻ്റെ കടം ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ പേര്. ഇത് ബ്ലാക്ക് കളറാണേ, പല കളേഴ്സിൽ നമുക്കിത് മേടിക്കാം. അത് കണ്ടോ, കോട്ടൺ നൈലോൺ ഇങ്ങനെ. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പല ഓപ്ഷൻസ് കാണിക്കും. നമ്മുടെ മെറ്റീരിയൽ ഏതാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ വരുന്നത് ആ വീഡിയോ കണ്ടിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഡെനിം മെറ്റീരിയൽ ജീൻസിനാണ് ചെയ്യുന്നത്. സോ ഞാൻ ജീൻസിൻ്റെ വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്ത് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് പല കോട്ടൺ ആയിക്കോട്ടെ, നൈലോൺ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ പല രീതിക്ക് യൂസ് ചെയ്യാം. വൂള്, സിൽക്ക്, ജോർജറ്റ്, എല്ലാം ഷിഫോൺ മെറ്റീരിയൽ, അങ്ങനെ എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാനൊരു 4 സ്പൂൺ ഉപ്പിടുന്നുണ്ട്, കാരണം എനിക്ക് 2 ജീൻസ് ഉള്ളതുകൊണ്ടാണേ. ഇവിടെ തന്നെയാണ് ഉപ്പിരിക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 1 സ്പൂൺ വരുന്നുണ്ടേ. ഇത്രയും ഉപ്പിട്ടിട്ട് നമുക്കിത് തിളപ്പിക്കാം. ഇത് ഏകദേശം തിളയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ, കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ തിളച്ച് കഴിയുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കപ്പോൾ ജീൻസ് അങ്ങ് ഇടാമല്ലോ. അതുകൊണ്ട് തിളയ്ക്കുമ്പോഴത്തേനും ജീൻസ് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ എൻ്റെ തന്നെ തീരുമാനങ്ങളാണേ. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരാളുള്ളതുകൊണ്ട് ഞാൻ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹായ്, ഓ മൈ ഗാഡ്, വാട്ട് എ സാറ്റിസ്ഫാക്ഷൻ.